സോ ഹായ് ഫ്രണ്ട്സ്, ഇതെന്താ സ്പെഷ്യൽ? ഇന്ന് ഞാൻ സ്പെഷ്യലായിട്ടൊരു കടായി ചിക്കനാണ് ചെയ്യുന്നത്. ഒരു പെർഫെക്റ്റ് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ. ഞാൻ പലവട്ടം ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്ര പെർഫെക്ഷനിൽ എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ഈ ഒരു റെസിപ്പി കറക്റ്റ് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലെ ആ ഒരു ടേസ്റ്റ് തന്നെ എനിക്ക് കിട്ടി. അപ്പോൾ ഞാൻ ഓർത്തു റെസിപ്പി ഒന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ റെസിപ്പി എങ്ങനെയാണെന്ന് കണ്ടാലോ? ഓക്കേ, കമോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിന് വേണ്ടിയുള്ള സ്പെഷ്യൽ കടായി മസാല റെഡിയാക്കാം. എന്നിട്ട് ആദ്യം തന്നെ ഒരു പാൻ വെച്ച് കൊടുക്കുക. അതിലേക്കൊരു 2 ടീസ്പൂൺ മല്ലി, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/2 ടീസ്പൂൺ ക്യുമിൻ സീഡ്, അതായത് ചെറിയ ജീരകം, ഒരു 2 കാശ്മീരി ചില്ലി. ഞാനിവിടെ ഈ ഒരു റെസിപ്പി ചെയ്യാനായിട്ട് 1/2 kg ചിക്കനാണ് എടുത്തേക്കുന്നത്. ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ കുരുമുളക് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു 3 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇതൊന്ന് തണുത്തതിന് ശേഷം നന്നായിട്ട് പൊടിച്ചെടുത്താൽ മതി. അടുത്തായിട്ട് നമുക്കിതിലേക്കൊരു പേസ്റ്റ് അരച്ച് ചേർക്കണം. അതിനായിട്ട് നമ്മൾ ഒരു വലിയ തക്കാളിയുടെ 1/2 പീസ് കട്ട് ചെയ്തതും, പിന്നെ ഒരു 6 to 7 കാഷ്നട്ട്, അതിൻ്റെ കൂടെ തന്നെ ഒരു 2 കാശ്മീരി ചില്ലിയും കൂടെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇത് നന്നായിട്ട് തിളച്ച് വെന്തിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യുക. തണുത്തതിന് ശേഷം ഒന്ന് അരച്ചെടുത്ത് മാറ്റി വെക്കാം. ഇനി അടുത്തായിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. ഞാനിവിടെ ഈ ചിക്കൻ പീസസ് ഇതുപോലെ അത്യാവശ്യം വലുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ കാശ്മീരി മുളകും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ ഒരു മസാല ഈ ഒരു ചിക്കനിൽ നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊരു 15 to 20 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി നമുക്ക് കറി റെഡിയാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു കടായി വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ യൂസ് ചെയ്യാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഓയിലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ പീസസ് ഫുള്ളായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമ്മുടെ ഫ്ലെയിം മീഡിയത്തിലാക്കിയിട്ട് വേണം ചെയ്യാൻ. ഫ്ലെയിം ഹൈയിലാണെങ്കിൽ ഈ ചിക്കൻ പീസസ് ഇതിലങ്ങ് അടുക്കി പിടിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇനി ഏകദേശം ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. ഇവിടെ നമ്മൾ ചിക്കൻ ആദ്യം ഇങ്ങനെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നതുകൊണ്ട് ഇതിങ്ങനെ ഉടഞ്ഞു പോകത്തില്ല. ഇപ്പം നമ്മുടെ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി ഇതൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇവിടെ നമ്മൾ ഈ കറിയിൽ ഇനി അഡീഷണലായിട്ട് വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഇനി അടുത്തായിട്ട് ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ഇഞ്ചി ചതച്ചകൂടെ ആഡ് ചെയ്ത് കൊടുക്കും. കൂടെ തന്നെ ഒരു 1.5 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടെ. ഇവിടെ നമ്മൾ അഡീഷണലായിട്ട് വെള്ളമൊന്നും ആഡ് ചെയ്യാത്തതുകൊണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കി ഇങ്ങനെ കൊടുക്കണം. അല്ലെ ഇത് കുറച്ച് അടിക്കൊന്ന് പിടിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇനി അടുത്തായിട്ട് ഇതിലേക്ക് ഒരു തക്കാളി ചോപ്പ് ചെയ്തതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് ഏകദേശം ഒരു ചെറിയ സൈസുള്ള തക്കാളിയാണ്. കാരണം ആദ്യം നമ്മൾ പേസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു പകുതി തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സൈസിലുള്ള തക്കാളി ഇപ്പം ചോപ്പ് ചെയ്തിട്ട് കൊടുത്താൽ മതി. ഇനി നമ്മൾ ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ക്യുമിൻ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. അടുത്തായിട്ട് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ച ആ ഒരു കടായി മസാല കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കണം. ഈ മസാല എല്ലാം ഇങ്ങനെ ചേർത്ത് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ഇതിൽ നിന്ന് നല്ല ഒരു മണം ഇങ്ങനെ വരാനായിട്ട് തുടങ്ങും. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കറക്റ്റ് നമുക്ക് ആ റെസ്റ്റോറൻറ്റിലെ അതേ ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും. അപ്പം ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളമൊന്ന് ഇറങ്ങിക്കോളും. അതിനായിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുത്ത് വേവിക്കാം. ഒരു 5 മിനിറ്റിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾ ആദ്യം റെഡിയാക്കിയ ആ ഒരു പേസ്റ്റാണേ. അപ്പോൾ അതുകൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. യൂഷ്വലി ഈ കടായി ചിക്കൻ എന്ന് പറയുമ്പോൾ അതൊരു സെമി ഗ്രേവിയിലായിരിക്കുമല്ലോ ആ കറി വരുന്നത്. അതായത് ഒരുപാട് അങ്ങ് ഡ്രൈ ആയി പോകല്ല, അതുപോലെ ലൂസും ആവാതെ ഈ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടണം. അപ്പോൾ ഇതുകൂടെ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കണം. പുളിയില്ലാത്ത തൈര് തന്നെ ആഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ തൈര് കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് ഇനിയും കുറച്ച് നേരം കൂടെ നമുക്കിതൊന്ന് വേവിക്കാം. ഒരുപാട് ടൈം വേണ്ട, ഏകദേശം ഒരു 5 to 6 മിനിറ്റ് ഇങ്ങനെ അടച്ചു വെച്ച് വേവിച്ചു. ഇതിപ്പോൾ ഗ്രേവിയൊക്കെ ഒന്നുകൂടെ ഒന്ന് കുറുകിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം.
ഈ ഒരു റെസിപ്പി യൂഷ്വലിനെക്കാട്ടി കുറച്ച് ലെങ്തിയാണ്. പക്ഷേ നമുക്ക് ആ കറക്റ്റ് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ഈ സ്റ്റെപ്പ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം. അഥവാ ഗ്രേവി തിക്കാവുകയാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ആഡ് ചെയ്തിട്ടൊന്ന് അടച്ചു വെച്ചുകൂടെ വേവിക്കാം. ഇനി ഉള്ളിയും ക്യാപ്സിക്കം ഒന്ന് ടോസ്റ്റ് ചെയ്യണം. അതിനുവേണ്ടി ഒരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഈ നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് 1 കപ്പ് ഗ്രീൻ ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തായിട്ട് അതുപോലെ തന്നെ 1 കപ്പ് റെഡ് ക്യാപ്സിക്കം കൂടെ ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇതില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്താൽ മതി. അടുത്തായിട്ട് ഒരു വലിയ സവോള കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ഈ ക്യാപ്സിക്കം ഉള്ളിയൊക്കെ ഇതുപോലെ ക്യൂബ് ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതിങ്ങനെ ഒരുപാടിട്ടങ്ങ് വഴറ്റൊന്നും വേണ്ട. ഇതൊന്ന് സോട്ടാക്കി നമുക്ക് ഇങ്ങനൊന്ന് എടുത്താൽ മതി. ഇതിപ്പോൾ ഒന്ന് സോട്ടായി വന്നിട്ടുണ്ട്. ഇത് മതി. ഇനി ഇത് നമുക്ക് ഡയറക്റ്റ് കറിയിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് അടപ്പൊന്ന് തുറന്നു നോക്കാം. ഇപ്പം നമ്മുടെ ഗ്രേവിയൊക്കെ ഒരു സെമി തിക്കായിട്ട് വന്നിട്ടുണ്ട്. അഥവാ ഓവർ ഡ്രൈ ആയെങ്കിൽ വളരെ കുറച്ച് ചൂടുവെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ആ ടോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന ക്യാപ്സിക്കവും ഓണിയനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുകൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യേണ്ടത് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയാണ്. അതിനുശേഷം ഏകദേശം ഒരു 1/2 ടീസ്പൂൺ കസൂരി മേത്തിയാണ്. അത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മളിതിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ. പിന്നെ ലാസ്റ്റായിട്ട് ഒരു പിടി മല്ലിയില ചോപ്പ് ചെയ്തതും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്താൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ കടായി ചിക്കൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു. നമുക്ക് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. നിങ്ങൾ മസ്റ്റായിട്ടും ഈ ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്തിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫൈനലായിട്ട് ഞാനൊരു കടായിലേക്ക് ഇതൊന്ന് സെർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒരു വട്ടം ഒന്ന് ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും.